നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. T20 വേൾഡ് കപ്പിന് ഒരുങ്ങുന്ന ഓസ്ട്രേലിയക്ക് വീണ്ടും തിരിച്ചടി. ഇപ്പോൾ പാറ്റ് കമിൻസ് ടീമിലേ ഇല്ല. അദ്ദേഹത്തിന് പരിക്കേറ്റ് റൂൾഡ് ഔട്ടായി. ടീമിൽ മാറ്റം വരുത്തി നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തിരുന്നു. അതുപോലെ ജോഷ് ഹേസൽവുഡ് പ്രധാനപ്പെട്ട ഭാഗം മത്സരങ്ങൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ജോഷ് ഹേസൽവുഡിന് എന്ന റിപ്പോർട്ട് ഇപ്പോൾ പുറത്തേക്ക് വരുന്നു. ESPN ക്രിക്കറ്റ് ഇൻഫോ ഈ കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. സ്ക്വാഡിലേക്ക് ഇപ്പോൾ ആഡ് ചെയ്തിരിക്കുകയാണ് ഷോൺ അബർട്ടിനെ ട്രാവലിംഗ് റിസർവായിട്ട്. അതേസമയം മറ്റു താരങ്ങൾ പാകിസ്ഥാൻ ടൂറിൽ ഇല്ലാതിരുന്ന താരങ്ങൾ പരിക്കും മറ്റു കാരണങ്ങളൊക്കെ ആയിട്ട് പുറത്തിരുന്ന ടിം ഡേവിഡ്, എല്ലീസ്, മാക്സ്വെൽ എന്നിവർ ചൊവ്വാഴ്ച അതായത് നാളെ കൊളംബോയിൽ ടീമിനോടൊപ്പം ചേരും എന്നുകൂടി ഇപ്പോൾ കൃത്യമായി ക്രിക്കറ്റ് ഓസ്ട്രേലിയ അറിയിക്കുന്നു. അപ്പോൾ പാകിസ്ഥാനിൽ ഒരു ടൂർ നടത്തിയിരുന്നു. അവരുടെ വേൾഡ് കപ്പ് സ്ക്വാഡിൽ ഏതാണ്ട് 90% പ്ലേയേഴ്സും അതിലുണ്ടായിരുന്നു. എന്നാൽ ഇങ്ങനെ ചില താരങ്ങൾ പരിക്കും മറ്റുമൊക്കെ ആയിട്ട് പുറത്തിരുന്നതാണ്. പക്ഷേ ഈ താരങ്ങളിപ്പോൾ സ്ക്വാഡിലേക്ക് ആഡ് ചെയ്യുമ്പോഴും പാറ്റ് കമിൻസ് റൂൾഡ് ഔട്ട് ആവുന്നു. ജോഷ് ഹേസൽവുഡ് അവിടെ തന്നെ സിഡ്നിയിൽ തന്നെ തുടരുന്നു എന്നാണ് ഇപ്പോൾ ലഭ്യമാവുന്ന വിവരം. അദ്ദേഹം അവിടെ തന്നെ തുടരാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. ഹേസൽവുഡ് നമുക്കറിയാം ഇംഗ്ലണ്ട് സീരീസിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ റൂൾഡ് ഔട്ട് ആയിരുന്നതാണ്. അദ്ദേഹത്തിൻ്റെ റീഹാബിലിറ്റേഷനുമായി ബന്ധപ്പെട്ട് പിന്നീട് അദ്ദേഹം കളിയിൽ നിന്ന് വിട്ടുനിന്ന് വരികയായിരുന്നു. ഇപ്പോൾ ഓസ്ട്രേലിയയുടെ മെഡിക്കൽ സ്റ്റാഫ് തീരുമാനിച്ചിരിക്കുന്നത് സിഡ്നിയിൽ തന്നെ അദ്ദേഹത്തെ നിലനിർത്താനാണ്. എപ്പോൾ ടൂർണമെൻറ്റിനായിട്ട് ഏഷ്യയിലേക്ക് അല്ലെങ്കിൽ കൊളംബോയിലേക്ക് ട്രാവൽ ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ വ്യക്തത വരുത്തുന്നില്ല. അത് പിന്നീട് അറിയിക്കാം എന്നാണ് ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ബോർഡിൻ്റെ അറിയിപ്പിലുള്ളത് എന്നുകൂടി ഏതായാലും ഇപ്പോൾ ക്രിക്കറ്റ് ഇൻഫോ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം സ്ക്വാഡിൽ ചില മാറ്റങ്ങൾ ഓസ്ട്രേലിയ ഓൾറെഡി നടത്തിയിട്ടുണ്ടായിരുന്നു. 15 മെൻ സ്ക്വാഡ് കഴിഞ്ഞ ദിവസം അനൗൺസ് ചെയ്തു. ബെൻ ഡോർഷിസ് സ്ക്വാഡിലേക്ക് ആഡ് ചെയ്യപ്പെട്ടു. പാറ്റ് കമിൻസ് പരിക്ക് കാരണം സ്ക്വാഡിൽ നിന്ന് പുറത്തായി. മാത്യു ഷോട്ടിനെ സ്ക്വാഡിൽ നിന്ന് ഒഴിവാക്കി. അദ്ദേഹം ഇനീഷ്യലി പ്രഖ്യാപിച്ച സ്ക്വാഡിൽ ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ ഫോമെല്ലാം മോശമായതുകൊണ്ട് മാറ്റ് റൺഷോയെ സ്ക്വാഡിലേക്ക് ആഡ് ചെയ്യുകയാണ്. സോ മാത്യു ഷോട്ടിനെ അവർ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. ഏതായാലും മറ്റൊരു പ്രശ്നം കൂടി അവർക്കുണ്ട്. അത് സാംബയുടെ കാര്യമാണ്. സാംബ പാകിസ്ഥാനെതിരെയുള്ള ഇന്നലത്തെ മത്സരത്തിൽ 2 ഓവറുകൾ മാത്രമാണ് എറിഞ്ഞത്. അത് അദ്ദേഹത്തിന് ഗ്രോയിൻ ടൈറ്റ്നസ്, അദ്ദേഹത്തിന് ചെറിയ ഇഷ്യൂസ് ഉണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം കളിക്കാതെ ബാക്കി പന്തുകൾ എറിയാതിരുന്നതും ബാറ്റ് ചെയ്യാൻ വേണ്ടി എത്താതിരുന്നതും. സോ അത് പ്രിക്കോഷണറി ആയിട്ടാണ് അത്തരത്തിലൊരു തീരുമാനമെടുത്തത് എന്നാണ് ഇപ്പോൾ ക്രിക്കറ്റ് ഓസ്ട്രേലിയ അറിയിക്കുന്നത്. ഏതായാലും അദ്ദേഹത്തിൻ്റെ കാര്യത്തിലും ഇപ്പോൾ ചെറിയ ഇഷ്യൂസ് ഉണ്ട് എന്നർത്ഥം. എന്തായാലും ഇപ്പോൾ ഓസ്ട്രേലിയയുടെ അപ്ഡേറ്റഡ് സ്ക്വാഡ് നമ്മൾ നോക്കിയാണ്. സ്ക്വാഡിലുള്ളത് മിച്ചൽ മാർഷ്, വേൾഡ് കപ്പിലുള്ള സ്ക്വാഡാണ്. മിച്ചൽ മാർഷ്, സേവ്യ ബാറ്റ്ലെറ്റ്, കൂപ്പർ കനോലി, ടിം ഡേവിഡ്, ബെൻ ഡോർഷിസ്, ക്യാമറൺ ഗ്രീന്, നഥാൻ എല്ലിസ്, ജോഷ് ഹേസൽവുഡ്, ട്രാവിസ് ഹെഡ്, ജോഷ് ഇംഗ്ലീസ്, മാറ്റ് കുഞ്ഞവൻ, ഗ്ലെൻ മാക്സ്വെൽ, മാറ്റ് റൺഷോ, മാർക്കസ് ടോയിനിസ്, ആദം സാംബ, ഷോൺ അബർട്ട് ട്രാവലിംഗ് റിസർവായിട്ട് സ്ക്വാഡിലുണ്ട്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.